അംഗീകാരവും പ്രശസ്തിയും നേടാൻ ബുദ്ധിപരമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മിക്കപ്പോഴും വിപരീത ഫലം ഉണ്ടാക്കുന്നതായി കാണാം. അത്തരം സാഹചര്യങ്ങളെ നിങ്ങൾ എങ്ങനെ അതിജീവിക്കും? ജിയോസനസിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. ദൈവത്തിന് തൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ അനുകൂലമായ സാഹചര്യങ്ങളുടെ ആവശ്യമില്ലെന്ന് മാത്രമല്ല, സാഹചര്യങ്ങൾ എത്ര തന്നെ പ്രതികൂലമായാലും അവിടുത്തെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുവാൻ അവിടുന്ന് ശക്തനാണ്. ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാരോട് ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന പുറപ്പാടിൻ്റെ സമയം വന്നപ്പോഴേക്കും മിസ്രൈം രാജ്യത്തിലെ നിയമങ്ങളും ഇസ്രായേൽ മക്കളുടെ ജീവിത സാഹചര്യങ്ങളും അതീവ പ്രതികൂലമായി മാറിയിരുന്നു. എങ്കിലും തൻ്റെ ഉദ്ദേശം നിവർത്തിക്കുവാൻ വ്യക്തികളെയും കുടുംബങ്ങളെയും ഒരു രാജ്യത്തെ മുഴുവനായും തന്നെ ദൈവം നിയന്ത്രിക്കുകയും ഒരുക്കുകയും ചെയ്യുന്ന വിധമാണ് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാൻ പോകുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ മിസ്രൈമിലെ അടിമത്വം നാം ചിന്തിക്കുകയുണ്ടായി. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയുടെ ജനനവും ഫറവോൻ്റെ കൊട്ടാരത്തിലെ മോശയുടെ 40 വർഷങ്ങളും നാം കാണുന്നു. പുറപ്പാട് പുസ്തകം വീണ്ടെടുപ്പിൻ്റെ മഹൽ പുസ്തകമാണെന്നും ഈ പുസ്തകത്തിൽ യാതൊന്നും ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുന്നില്ല എന്നും നാം ചിന്തിക്കുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിച്ച സംഭവ പരമ്പരയുടെ തുടർച്ചയാണ് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അത് പിന്നെ ലേവ്യ, സംഖ്യ പുസ്തകങ്ങളിൽ തുടരുകയും ചെയ്യുന്നു. മോശയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം 2-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നു. ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള സാധാരണ ഒരു സംഭവമാണ് മോശ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുന്നു, അവളോട് സ്നേഹം തോന്നുന്നു, അവർ വിവാഹിതരാകുന്നു, അവർക്ക് കുട്ടികളുണ്ടാകുന്നു. മോശയാണ് തൻ്റെ ജനനത്തെക്കുറിച്ചും തൻ്റെ മാതാപിതാക്കന്മാരെക്കുറിച്ചും എഴുതിയിരിക്കുന്നത്. തികച്ചും ന്യായമായ മാന്യമായ ഒരു രേഖയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പുറപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി തിരുവചനത്തിലെ മറ്റ് പുസ്തകങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്. നമുക്കൊരവസരം ലഭിച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കന്മാരെക്കുറിച്ച് വാതോരാതെ പറയുവാൻ ആഗ്രഹമുള്ളവരാണില്ലേ? എന്നാൽ മോശയാകട്ടെ ഇവിടെ തൻ്റെ മാതാപിതാക്കളുടെ പേര് പോലും സൂചിപ്പിച്ചിട്ടില്ല. അവർ സാധാരണക്കാരായ ആളുകളായിരുന്നു, അവർ അടിമകളായിരുന്നു. ഈ മാതാപിതാക്കൾ ലേവി ഗോത്രത്തിലെ അംഗങ്ങളായിരുന്നു. ഇവിടെ അവരെപ്പറ്റി അത്രമാത്രമേ മോശ പറയുന്നുള്ളൂ. അവരുടെ പേരുകൾ അമ്രാം എന്നും യോഖെബദ് എന്നുമാകുന്നുവെന്ന് പിന്നീട് 6-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. മോശയുടെ മാതാപിതാക്കന്മാർക്ക് പ്രാരംഭത്തിൽ അവനെ ഒളിപ്പിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞു. എന്നാൽ അവൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ മറ്റുള്ളവർക്ക് കേൾക്കുവാൻ കഴിയുന്ന ഒരു ദിവസം വന്നു ചേർന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ദൈവം അവനോട് തൻ്റെ ദൂതുവാഹകനായി ഫറവോൻ്റെ അടുക്കൽ പോകുവാൻ കൽപ്പിച്ചപ്പോൾ മോശ പറഞ്ഞ ഒഴികഴിവ് തനിക്ക് സംസാരിപ്പാൻ കഴിയുകയില്ല എന്നാണ്. ഓർക്കുന്നില്ലേ? ആരംഭത്തിൽ നിന്ന് എത്രമാത്രം ഭിന്നമായ നിലയാണ് നാം അവിടെ മോശയിൽ കാണുന്നത്. കുഞ്ഞുങ്ങളെപ്പോലെ ഉച്ചത്തിൽ കരയുവാൻ നമ്മിൽ പലരും സമർത്ഥരാണ്. എന്നാൽ അതുപോലെ ദൈവത്തിനു വേണ്ടി നന്നായി പ്രവർത്തിപ്പാൻ നാം തയ്യാറല്ല. നമുക്ക് കഴിവില്ല എന്നല്ല, തയ്യാറല്ല. മോശയുടെ അമ്മ ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു.
തൻ്റെ ശിശുവിനെ ഇനിയും ഒളിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല എന്നവൾ മനസ്സിലാക്കി. അങ്ങനെ ചെയ്താൽ അത് കുഞ്ഞിനും കുടുംബത്തിനും ഒരുപോലെ ദോഷം വരുത്തി വെക്കുമെന്നവൾ മനസ്സിലാക്കി. അതുവഴി കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു കാവൽക്കാരൻ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ അത് മോശയുടെ പെട്ടെന്നുള്ള മരണത്തിന് ഇടയാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തെ അവർ ബുദ്ധിപരമായി തരണം ചെയ്യാൻ ശ്രമിച്ചു. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന് എന്തു ഭവിക്കുമെന്ന് അറിവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കുവാനായി അവൻ്റെ അമ്മ മോശയുടെ പെങ്ങളെ കാവൽ നിർത്തി. അവൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന വസ്തുത അവളുടെ ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നു. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ ഫറവോൻ്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്ത് കൂടി നടന്നു. അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു. ദൈവത്തിൻ്റെ കരം ഇവിടെ വ്യക്തമായി പ്രത്യക്ഷമാകുന്നു. ഈ സാഹചര്യത്തിൽ ദൈവം ഇടപെടുന്നു. ഇതൊരു അവിചാരിതമായ കാര്യമല്ല. ദൈവം നൽകിയതായ കാഴ്ചപ്പാടനുസരിച്ച് ബുദ്ധിയോടെ നാം പ്രവർത്തിക്കുമ്പോൾ ദൈവം ചെയ്യുന്നത് ഇതുതന്നെയാണ്. ദൈവം നൽകിയ സാമാന്യ ബുദ്ധിക്കനുസരിച്ച് മോശയുടെ അമ്മ വിവേകത്തോടെ പ്രവർത്തിച്ചു. ഫറവോൻ്റെ പുത്രി നീലനദിയിൽ കുളിക്കുവാൻ വന്നു. ഇതൊരു ഒഴിഞ്ഞ് വേർതിരിക്കപ്പെട്ട സ്ഥലമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ഒരു പെട്ടകം കിടക്കുന്നതായി അവൾ കണ്ടു. അവൾ തൻ്റെ ദാസിമാരെ അയച്ച് അത് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നാം ദൈവഹിതപ്രകാരം വയ്ക്കുന്ന ഓരോ കാൽവെപ്പും ദൈവം എത്ര മാനിക്കുന്നുണ്ട് എന്ന് നാം ഇതുപോലെയുള്ള സംഭവങ്ങളിലൂടെ മനസ്സിലാക്കണം. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൾ അത് തുറന്നാറെ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്കതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. പൈതലിന് കരയുവാനുള്ള നല്ല സന്ദർഭമായിരുന്നു അത്. അവിടെ ദൈവം 2 കാര്യങ്ങൾ സമ്മേളിക്കുവാൻ ഇടയാക്കി. ഒരു ശിശുവിൻ്റെ കരച്ചിലും ഒരു സ്ത്രീയുടെ ഹൃദയവും. ഫറവോൻ്റെ പുത്രിക്ക് ഈ കുഞ്ഞു പൈതൽ എബ്രായരുടെ ശിശുക്കളിൽ ഒന്നാണെന്ന് മനസ്സിലായെങ്കിലും ആ ശിശുവിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുവാൻ മനസ്സ് വന്നില്ല. അവൾക്ക് ആ പൈതലിനോട് വാത്സല്യം തോന്നി. കാരണം ദൈവമാണല്ലോ അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്നത്. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ്റെ പെങ്ങൾ ഫറവോൻ്റെ പുത്രിയോട്, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിനൊരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരണമോ എന്ന് ചോദിച്ചു. മോശയുടെ സഹോദരിയായ മിറിയാം രാജകുമാരിക്കൊരു നല്ല ആലോചന പറഞ്ഞു കൊടുക്കുന്നു. ഓർക്കണം, പിൽക്കാലത്ത് ആ കാര്യം അവൾ തൻ്റെ സഹോദരൻ മറന്നു കളയുവാൻ അനുവദിക്കുന്നുമില്ല. നാം ഇവിടെ വായിക്കുന്നത് മാനുഷികമായ കഥയാണ്. ദൈവത്തിന് തൻ്റെ പുസ്തകത്തിലെ ഓരോ താളുകളിലും എന്തെങ്കിലും നമ്മോട് പറയുവാനുണ്ട് എന്ന കാര്യം മറക്കരുത്. 8-ാം വാക്യത്തിൽ ഫറവോൻ്റെ പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കന്യക ചെന്ന് പൈതലിൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. ഇവിടെ സംഭവങ്ങൾ പ്രത്യേക വഴിക്ക് തിരിയുന്നതായി നാം കാണുന്നു. നാം വിശ്വാസത്തോടു കൂടി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നതായി ഇവിടെ നാം കാണുന്നു. ശിശുവിനെ ശുശ്രൂഷിപ്പാൻ അവൻ്റെ അമ്മയെ തന്നെ വിളിച്ചുകൊണ്ട് വരികയും അതിനവൾക്ക് ശമ്പളം ലഭിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വഴികൾ എത്ര അത്ഭുതകരമാണല്ലേ. ദൈവം നമ്മുടെ ജീവിതങ്ങളിലും ഹൃദയങ്ങളിലും പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ അതിന് തടയിടുവാൻ ആർക്കും കഴിയുകയില്ല. 9-10 വാക്യങ്ങളിൽ കാണുന്നത്, ഫറവോൻ്റെ പുത്രി അവളോട്, നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്തു വളർത്തേണം, ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു. സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ടുപോയി മുല കൊടുത്തു വളർത്തി. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോൻ്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന് പേരിട്ടു. മോശ എന്ന പേരിൻ്റെ അർത്ഥം വലിച്ചെടുക്കപ്പെട്ടവൻ എന്നാണ്. ഫറവോൻ്റെ പുത്രി അവനെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തതിനാലാണ് അവൾ അവനപ്രകാരം പേര് കൊടുത്തത്. ഏത് ഫറവോനാണ് ഇസ്രായേലിനെ പീഡിപ്പിച്ചത് എന്ന സംഗതി വിവാദ വിഷയമാണ്. എന്നാൽ റാംസീസ് 2-ാമൻ രാജാവിൻ്റെ മൂത്ത പുത്രിയോ അവളുടെ സഹോദരിയോ ആണ് മോശയെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിച്ച് സ്വന്തം മകനായി വളർത്തിയതെന്ന് കരുതാവുന്നതത്രേ. മിസ്രൈമിലെ അന്നത്തെ പാരമ്പര്യമനുസരിച്ച് രാജകുമാരിയുടെ ആദ്യജാതനായ പുത്രന് രാജസിംഹാസനത്തിന് അവകാശമുണ്ടായിരുന്നു.
മോശയുടെ ജീവിതത്തിലെ ആദ്യത്തെ 40 വർഷങ്ങൾ ഫറവോൻ്റെ കൊട്ടാരത്തിലാണ് ചെലവഴിക്കപ്പെട്ടത്. അവൻ ഒരു മിസ്രൈമിനെ പോലെ വളർത്തപ്പെടുകയും പരിശീലിപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കാഴ്ചയിലൊരു മിസ്രൈമിനെ പോലെ ആയിരുന്നു. അവൻ്റെ വേഷവിധാനവും അവൻ്റെ സംസാരവും അവൻ്റെ പ്രവൃത്തികളുമൊക്കെ ഒരു മിസ്രൈമിനെ പോലെ ആയിരുന്നു. ഈ പുസ്തകത്തിൽ പിന്നീട് കാണുന്നത് പോലെ മിദ്യാനിൽ അവനെ ഒരു മിസ്രൈമ്യനായിട്ടാണ് തിരിച്ചറിഞ്ഞത്, അല്ലാതെ ഇസ്രായേലിയനായിട്ടല്ല. അന്നത്തെ പ്രസിദ്ധ സർവകലാശാലയായ സൂര്യദേവാലയത്തിലാണ് മോശ വിദ്യാഭ്യാസം ചെയ്തത്. മിസ്രൈമ്യരുടെ നേട്ടങ്ങളെയും അറിവിനെയും ചിലപ്പോൾ ചിലരെങ്കിലും തരം താഴ്ത്തി കാണുന്നുണ്ടാവും. ഇതൊക്കെ പ്രാചീന കാലത്തെ കാര്യമല്ല, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഒരുപക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. നമ്മളൊക്കെ അത്യാധുനിക യുഗത്തിലല്ലേ ജീവിക്കുന്നത്. ശാസ്ത്രം എന്തുമാത്രം പുരോഗമിച്ചു. എന്നാൽ സുഹൃത്തെ, സത്യം അതല്ല. ആ കാലത്തും മിസ്രൈമ്യരുടെ ജ്യോതിശാസ്ത്രം വളരെ പുരോഗമിച്ചതായിരുന്നു എന്നോർക്കണം. സൂര്യനിലേക്കുള്ള കൃത്യമായ ദൂരം അന്ന് അവർ അറിഞ്ഞിരുന്നു എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഭൂമി പരന്നതല്ല, ഉരുണ്ടതാണ് എന്ന തത്വത്തിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല, ശവശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനുള്ള മാർഗങ്ങളും അവർ കണ്ടെത്തിയിരുന്നു. എംബാം ചെയ്യുന്നത്, ഇത് വെളിവാക്കുന്നത് രസതന്ത്രത്തെക്കുറിച്ച് അവർക്ക് മികച്ച അറിവുണ്ടായിരുന്നു എന്നത്രേ. അതിനോട് സാമ്യപ്പെടുത്താവുന്ന പ്രക്രിയ ഇന്നുപോലും നമുക്കില്ല. നിറങ്ങളും ചായങ്ങളും ഉപയോഗിക്കുന്നതിനുള്ള അവരുടെ വൈദഗ്ധ്യവും ക്ഷേമമായിരുന്നു. ഇന്ന് നമുക്ക് ലഭിക്കുന്ന പെയിൻറ്റുകളേക്കാൾ അവരുടെ പെയിൻറ്റുകൾക്ക് എത്രയോ കൂടുതൽ ശോഭയുണ്ടായിരുന്നു. മിസ്രൈമ്യർ പെയിൻറ്റുകൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന രീതി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ പെയിൻറ്റ് നിർമ്മാണ കമ്പനിക്കാർ എന്ത് വില കൊടുത്തും അത് വാങ്ങുമായിരുന്നു. 4000 വർഷങ്ങൾക്ക് ശേഷവും ആ പെയിൻറ്റുകളുടെ നിറങ്ങൾ മനോഹരവും ശോഭയുള്ളതും വെട്ടിത്തിളങ്ങുന്നതുമായി കാണുവാൻ കഴിയുന്നു. നമ്മുടെയൊക്കെ വീടുകൾ 2-3 വർഷം കൂടുമ്പോൾ പെയിൻറ്റ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയുള്ളപ്പോഴാണ് 4000 വർഷങ്ങളായിട്ടും മിസ്രൈമ്യരുടെ അന്നത്തെ പെയിൻറ്റുകൾക്ക് മങ്ങലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മിസ്രൈമ്യരുടെ മറ്റെല്ലാ നേട്ടങ്ങളോടൊപ്പം അവർക്ക് വിപുലവും വിശിഷ്ടവുമായ ഒരു വലിയ ഗ്രന്ഥശേഖരമുണ്ടായിരുന്നു. മിസ്രൈമ്യരുടെ സകലവിധ ജ്ഞാനവും അറിവും മോശ സമ്പാദിച്ചിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവത്തെ എപ്രകാരം സേവിക്കാം എന്ന കാര്യം മോശ പഠിച്ചിരുന്നില്ല. ഇന്ന് അനേകർക്കുമുള്ള ഒരു വലിയ പരാജയവും ഇതുതന്നെയാണ്. ദൈവത്തെ എപ്രകാരം അനുഗമിക്കാം, ദൈവത്തെ എപ്രകാരം സേവിക്കാം, ദൈവഹിതപ്രകാരം എപ്രകാരം ജീവിക്കാം എന്നുള്ള അറിവില്ലാത്ത പഠനമാണ് ഒട്ടുമുക്കാലും ഇന്ന് ലഭിക്കുന്നത്. മോശയെക്കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മോശയെ തരം താഴ്ത്തുവാൻ ശ്രമിക്കരുത്. അവൻ ശ്രേഷ്ഠനായൊരു മനുഷ്യനായിരുന്നു. മോശയുടെ ഈ കാലയളവിലെ ജീവിതത്തെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ സ്തേഫാനോസ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആ കാലത്ത് മോശ ജനിച്ചു ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പൻ്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോൻ്റെ മകൾ അവനെ എടുത്ത് തൻ്റെ മകനായി വളർത്തി. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു. മിസ്രൈമ്യനെ അടിച്ചു കൊന്നു. പീഡിതനു വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്നവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റേന്നാൾ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു. പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലോ, തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആർ? ഇന്നലെ മിസ്രൈമ്യനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവിടെ 2 പുത്രന്മാരെ ജനിപ്പിച്ചു. ഇത് സ്തേഫാനോസ് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മിസ്രൈമിലെ അവൻ്റെ അഭ്യസനങ്ങൾ ഒന്നും ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിന് വേണ്ടി അവനെ തയ്യാറാക്കിയില്ല, അതിനുവേണ്ടി ഒരുക്കിയില്ല എന്നർത്ഥം. ഒരിക്കൽ തൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനെ ഒരു മിസ്രൈമ്യനെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് മോശ കാണുകയുണ്ടായി. മോശ ആ മിസ്രൈമ്യനെ അടിച്ചു കൊന്നു. താൻ ചെയ്തത് ആരെങ്കിലും കാണുകയുണ്ടായോ എന്നുറപ്പാക്കുവാനായി അവൻ ചുറ്റുപാടും നോക്കി. എന്നാൽ അവൻ വാസ്തവത്തിൽ ചെയ്തത് തെറ്റിപ്പോയി. അവൻ ഉയരത്തിലേക്ക്
നോക്കിയില്ല എന്നതായിരുന്നു പ്രശ്നം. അതെ, അവൻ ഉയരത്തിൽ ദൈവത്തിങ്കിലേക്ക് നോക്കേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും ദൈവം അവനെ വിലക്കിയേനെ. കാരണം ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്ന പ്രവർത്തനത്തിൽ മോശ ദൈവത്തെക്കാൾ 40 വർഷം മുൻപോട്ട് പോയിരിക്കുകയാണ്. എടുത്തുചാട്ടമെന്ന് പറയുമില്ലേ? അതിനാൽ ദൈവം അവനെ മരുഭൂമിയുടെ പിന്നിൽ കൊണ്ടാക്കുവാൻ പോവുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഫറവോൻ ഈ കാര്യം കേട്ടാറെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശ ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവൻ ഒരു കിണറ്റിനരികെ ഇരുന്നു. മോശ 40 വർഷങ്ങൾ മിസ്രൈമിൽ ചെലവഴിച്ച് കഴിഞ്ഞു. എന്നാൽ അതവനെ ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നതിന് വേണ്ടി ഒരുക്കിയില്ല. വളരെയേറെ അവൻ പഠിച്ചു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ക്രമീകരണത്തിലേക്ക് എത്താൻ അവന് സാധിച്ചില്ല. 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, മിദ്യാനിലെ പുരോഹിതന് 7 പുത്രിമാരുണ്ടായിരുന്നു. അവർ വന്ന് അപ്പൻ്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു. എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ച് അവരുടെ ആടുകളെ കുടിപ്പിച്ചു. അവർ തങ്ങളുടെ അപ്പനായ റെഗുവേലിൻ്റെ അടുക്കൽ വന്നപ്പോൾ, നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെ എന്നവൻ ചോദിച്ചു. ഒരു മിസ്രൈമ്യൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങൾക്ക് വെള്ളം കോരിത്തന്ന ആടുകളെ കുടിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു. അവൻ തൻ്റെ പുത്രിമാരോട്, അവൻ എവിടെ? നിങ്ങൾ അവനെ വിട്ടേച്ചു പോകുന്നത് എന്ത്? ഭക്ഷണം കഴിപ്പാൻ അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. മോശയ്ക്ക് അവനോടുകൂടെ പാർപ്പാൻ സമ്മതമായി. അവൻ മോശയ്ക്ക് തൻ്റെ മകൾ സിപ്പോറയെ കൊടുത്തു. സിപ്പോറയെ മോശയ്ക്ക് കൊടുത്തു എന്ന് നമ്മളിവിടെ വായിക്കുന്നു. അവൻ അവളെ ഭാര്യയായിട്ടെടുത്തു. സിപ്പോറ എന്ന പേരിൻ്റെ അർത്ഥം കുരികിൽ എന്നാണ്. അതായത് ഒരു ചെറിയ ഭീരുവായ വ്യക്തി എന്ന സൂചന നമുക്ക് ലഭിക്കുന്നു. പഴയ നിയമത്തിലെ പല ആളുകളും ക്രിസ്തുവിൻ്റെ നിഴലാണെന്ന കാര്യം ശ്രദ്ധേയമാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായി ക്രിസ്തുവിനോട് സാമ്യമുള്ളതായിരിക്കണമെന്നില്ല. എങ്കിലും നിശ്ചയമായും അവർ ഏതെങ്കിലും വിധത്തിൽ ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നുണ്ടാകും, ഏതെങ്കിലും ഒരു സ്വഭാവത്തിലെങ്കിലും. മോശ ഒരു കൊലപാതകനായിരുന്നു. നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ ജീവിതവുമായി അത് ഘടകവിരുദ്ധമാണ്. നമ്മുടെ കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുകയാണ് ചെയ്തത്. ഇവിടെ മോശ ഒരു മനുഷ്യൻ്റെ ജീവനെ എടുത്തു കളഞ്ഞു. എന്നിരുന്നാലും ദൈവം തെരഞ്ഞെടുത്ത വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ മോശ യേശുക്രിസ്തുവിൻ്റെ മുൻകുറിയായിരുന്നു. ഇസ്രായേൽ ജനം അവനെ ത്യജിക്കുകയും അവൻ ജാതികളിലേക്ക് തിരിയുകയും അവരിൽ നിന്ന് ഭാര്യയെ എടുക്കുകയും ചെയ്തു എന്ന് നാം വായിച്ചു. പിന്നീട് അവൻ വീണ്ടും ഇസ്രായേലിനെ വിടുവിക്കുന്നവനായി പ്രത്യക്ഷപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തു. മോശയുടെ ജീവിതത്തിൻ്റെ 2ാമത്തെ ഘട്ടമായ 40 വർഷങ്ങളിൽ മിദ്യാൻ ദേശമായിരുന്നു അവൻ്റെ വീട്. അവന് 2 പുത്രന്മാർ ജനിച്ചു. ഇസ്രായേലിനെ മിസ്രൈമി അടിമത്തത്തിൽ നിന്നും വിടുവിക്കുന്നവനായി തീരുവാനുള്ള തയ്യാറെടുപ്പ് അവൻ മരുഭൂമിയിൽ ആരംഭിക്കുന്നു. മോശയുടെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ചിലരെങ്കിലും ചില ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കാറുണ്ട്. മോശ തൻ്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരണം നല്ല ഒരു ബന്ധത്തെ അല്ല വെളിപ്പെടുത്തുന്നത്. അത് തൻ്റെ ജീവിതത്തിലെ ഒരു വശത്തെ മോശ കാര്യമായി എടുത്തിരുന്നില്ല എന്ന തോന്നലാണ് നമ്മിലൊക്കെ ഉണ്ടാക്കുന്നത്. 22 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൾ ഒരു മകനെ പ്രസവിച്ചു. അതായത് സിപ്പോറ, അവൾ ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അന്യദേശത്ത് പരദേശിയായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞ് അവന് ഗർശോം എന്ന് പേരിട്ടു. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രൈം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. ഇപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും വിടുവിക്കുവാനുള്ള പ്രവൃത്തി ആരംഭിക്കുകയാണ്. അവരുടെ വിടുതലിന് നേതൃത്വം നൽകുവാൻ ദൈവം മോശയെ പരിശീലിപ്പിക്കുകയായിരുന്നു. ദൈവത്തിൻ്റേതായ സമയമുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രൈമ്യരേക്കാൾ ശ്രേഷ്ഠന്മാരായിരുന്നത് കൊണ്ടോ അവർ ദൈവത്തോട് വിശ്വസ്തതയും സത്യവും പുലർത്തിയതുകൊണ്ടോ
വിഗ്രഹാരാധനയിൽ വീണു പോകാഞ്ഞതുകൊണ്ടോ അല്ല ദൈവം അവരെ വിടുവിക്കുവാൻ തീരുമാനിച്ചതെന്ന് ഓർക്കണം. ഇവർ ദൈവത്തോട് ഏറ്റവും അധികം അവിശ്വസ്തരായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. ദൈവത്തെ സേവിക്കുന്നതിന് പകരം അവർ വിഗ്രഹങ്ങളെ സേവിച്ചു. അവർ അറിഞ്ഞ സത്യത്തിൽ നിന്നും അകന്നുപോയി. പിന്നീട് മോശെ അവരെ മരുഭൂമിയിലൂടെ നടത്തിയപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ആരാധിപ്പാനായി അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയ കാര്യം നാം കാണാൻ പോവുകയാണ്. അവർ നിസ്സഹായരും ആശയറ്റവരുമായി അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നത് കൊണ്ടാണ് അവരെ അവിടെ നിന്നും വിടുവിക്കണമെന്ന് ദൈവം താൽപ്പര്യപ്പെട്ടത്. ആരോരും സഹായമില്ലാത്തൊരു കൂട്ടം. ആരെങ്കിലും അവർക്ക് വേണ്ടി ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ അവർ നശിച്ചു പോകുമായിരുന്നു, ഉന്മൂലനാശം സംഭവിച്ചേനേയും. ഇസ്രായേലിനെ വിടുവിക്കുന്നതിനുള്ള 2 കാരണങ്ങൾ ദൈവം പറയുന്നു. ഒന്ന്, ദൈവം അവരുടെ നിലവിളി കേട്ടു. 2, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം താൻ ചെയ്ത ഉടമ്പടി ഓർത്തു. നിരാശാജനകവും പരിതാപകരവുമായ ഇസ്രായേൽ മക്കളുടെ സ്ഥിതി ദൈവഹൃദയത്തെ അലിയിച്ചു. അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ സന്തതിയെ 400 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ദൈവം കൊടുത്ത ആ കനാൻ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുമെന്ന് ദൈവം ചെയ്തിരുന്ന വാഗ്ദത്തവും ദൈവം ഓർത്തു. അങ്ങനെ അവരുടെ വിടുതലിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കുവാൻ ദൈവം അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ വീണ്ടെടുക്കുവാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇസ്രായേലിനെ രക്ഷിച്ച അതേ കാരണത്താലാണ് ദൈവം നമ്മെയും രക്ഷിക്കുന്നത്. അവൻ നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മിൽ നന്മ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നന്മ കൊണ്ടല്ല നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായി എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം കാരണമില്ലാതെ എന്നാണ്. യാതൊന്നും നമ്മുടെ കയ്യിലില്ല, യാതൊരു കാരണവും നമ്മളില്ലാതെയാണ് നാം നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഭാഗത്തും ഇതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യാതൊരു കാരണവും കൂടാതെ എന്നർത്ഥം. ദൈവം എന്നെ നോക്കിയിട്ട്, സ്നേഹിത, നീ സുമുഖനായിരിക്കുന്നു, സുന്ദരനായിരിക്കുന്നു, നീ ഒരു നല്ല വേർപെട്ട സഭയുടെ അംഗമായിരിക്കുന്നു, നീ വിശ്വസ്തനും കഠിനാധ്വാനിയുമാകൊണ്ട് ഞാൻ നിന്നെ രക്ഷിക്കുവാൻ പോവുകയാകുന്നു എന്ന് പറഞ്ഞില്ല. ദൈവം നമ്മെ അജ്ഞതയുടെയും പാപത്തിൻ്റെയും ഇരുണ്ട അവസ്ഥയിലാണ് കണ്ടത്. അതാണ് വാസ്തവം. നാം ആശയറ്റവരായി നശിച്ചുപോയി എന്നും നമ്മെ തന്നെ രക്ഷിപ്പാൻ നമുക്ക് കഴിയുകയില്ല എന്നും ദൈവം കണ്ടു. ദൈവം നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ പരിശോധിക്കുമ്പോൾ എന്ത് പുണ്യപ്രവൃത്തിയും നന്മയുമാണ് അവൻ കാണാൻ പോകുന്നത്. ഏത് കാരണത്താലാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. കാര്യവും കാരണവും അതെ, ദൈവസ്നേഹം തന്നെയാണ്. ദൈവസ്നേഹം ഒരു രക്ഷകനെ നമുക്ക് നൽകി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 സുപരിചിതമാണല്ലോ. ദൈവം നമ്മെ സ്നേഹിക്കിയാൽ അവൻ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കായി തന്നു. അവൻ്റെ സ്നേഹം മാത്രമല്ല നമ്മെ രക്ഷിച്ചത്, അത് അവൻ്റെ കൃപയായിരുന്നു. നാം നമ്മുടേതായ യാതൊരു കാരണവുമില്ലാതെയാണ് കൃപയാൽ യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് മുഖാന്തരം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. തങ്ങളിൽ രക്ഷയ്ക്ക് നിദാനമായി എന്തൊക്കെയോ ദൈവത്തിന് കാണുവാൻ കഴിഞ്ഞു എന്ന് അനേകം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. പാപികളായിരുന്ന തങ്ങളെയാണ് ദൈവം രക്ഷിച്ചതെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ തങ്ങൾ പിന്നീട് വളരെ നല്ല ആളുകളായി തീരും എന്ന് കണ്ടിട്ടാണ് ദൈവം തങ്ങളെ രക്ഷിച്ചത് എന്നാണ് പലരുടെയും ചിന്താഗതി എന്ന് തോന്നുന്നു. ഇത് പൂർണ്ണമായും തെറ്റായ ചിന്തയാണെന്ന കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. നാം ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നല്ലവരായി തീരുകയില്ല. നമ്മിൽ ഓരോരുത്തരിലും യാതൊരു നന്മയും വസിക്കാത്ത പഴയ സ്വഭാവം കുടികൊള്ളുന്നുണ്ട്. ഇസ്രായേൽ ജാതിയിൽ ദൈവം യാതൊരു നന്മയും കണ്ടെത്തിയില്ല. എന്നാൽ അവൻ ഇസ്രായേൽ മക്കളുടെ അടിമത്തത്തിൽ നിന്നുള്ള നിലവിളി കേൾക്കുകയും അവരെ വീണ്ടെടുക്കുകയും ചെയ്തു. ദൈവം നമ്മുടെ നിസ്സഹായ അവസ്ഥ കണ്ട് നമ്മെ രക്ഷിച്ചു. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു.
എന്നാൽ അതിനെപ്പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്ന് ദൈവം മനുഷ്യജാതിയോട് ചോദിച്ചില്ല. ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് എൻ്റെ പദ്ധതി ഇതാകുന്നു, ഇത് നിനക്കിഷ്ടമാണെങ്കിൽ ഞാൻ ആ പദ്ധതിയുമായി മുൻപോട്ട് പോകാമെന്ന് ദൈവം നമ്മോട് ആരോടും പറഞ്ഞില്ല. പിതാവായ ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചതിനാൽ ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി മരിപ്പാനായി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് ദൈവം അയച്ചു. രക്ഷയ്ക്കായി യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനെയും രക്ഷിക്കുവാൻ പിതാവും ലോകത്തിലേക്ക് വരുവാൻ പുത്രനും സമ്മതിച്ചു. ഇതാണ് ക്രിസ്തു നമുക്ക് തരുന്ന രക്ഷ. ഇത് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാമെന്നാണ് ദൈവം പറയുന്നത്. നാം ഇത് സ്വീകരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ തീരുമാനിക്കാനുള്ള അവസരം ഓരോ വ്യക്തിക്കുമുണ്ട്. നിങ്ങൾ ഇതുവരെയും ദൈവത്തിൻ്റെ ഈ സ്നേഹ പദ്ധതി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അതിന് തയ്യാറാകുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ജനമായ നാം അവിടുത്തെ ബലമുള്ള കരത്തിന് കീഴിൽ താണിരുന്ന് ഒരുക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയാണ് മോശയുടെ ജീവിത ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം തൻ്റെ വഴികളിലും അവിടുത്തെ സമയത്തുമാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. ആകയാൽ ദൈവത്തിൻ്റെ ആ ബലമുള്ള കൈക്കീഴിൽ താണിരുന്ന് അവിടുത്തെ സമയത്തിനും പദ്ധതികൾക്കും കീഴടങ്ങി നമ്മുടെ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.